welcome back to Egan Learning. This is SJ from Egan. So, നമ്മുടെ 8th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ പദാർത്ഥത്തിന്റെ സ്വഭാവത്തെ പറ്റിയൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ മക്കൾക്ക് എപ്പോഴും ടഫായിട്ട് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് മാറിപ്പോകുന്ന ഒരു ഭാഗമാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ്, അവസ്ഥാ പരിവർത്തനം. ഓക്കെ, അതായത് നമുക്കറിയാം നമ്മുടെ പദാർത്ഥം അല്ലെ, മാറ്റർ എന്ന് പറയുന്നത് 3 ഫിസിക്കൽ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം. ഇങ്ങനെ 3 സ്റ്റേറ്റ്സിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, 3 അവസ്ഥകളിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 അവസ്ഥകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു സോളിഡ് സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടാവും, അടുത്തടുത്തായിരിക്കും പാക്ക് ചെയ്ത്. അതേപോലെ ദ്രാവകമാണെങ്കിൽ എന്തായിരിക്കും, കുറച്ചുകൂടെ അതിലുള്ള പാർട്ടിക്കിൾസ് കുറച്ചുകൂടെ വിട്ടായിരിക്കും നിൽക്കുക, കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും അവർ തമ്മിൽ. ആൻഡ് വാതകം, ഗ്യാസ് ആവുന്ന സമയത്ത് കുറച്ചുകൂടെ പാർട്ടിക്കിൾസ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓടിപ്പാടി നടക്കും. അപ്പോൾ 3 സ്റ്റേറ്റിലും പാർട്ടിക്കിൾസ് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേറ്റിൽ നിന്നും സപ്പോസ് ഗ്യാസിൽ നിന്ന് ലിക്വിഡ് ആവുന്ന സമയത്തോ അല്ലെങ്കിൽ സോളിഡിൽ നിന്ന് ലിക്വിഡ്, ഖരത്തിൽ നിന്ന് ദ്രാവകമാകുന്ന സമയത്തും പാർട്ടിക്കിൾസിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും. അതായത് പാർട്ടിക്കിൾസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും. അതായത് അതിന്റെ മൂവ്മെന്റിൽ ഉണ്ടാവും. പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലങ്ങൾ, അതായത് കണികകൾ തമ്മിലുള്ള അകലങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അവർ തമ്മിലുള്ള അട്രാക്ഷൻ ഫോഴ്സിൽ വ്യത്യാസം ഉണ്ടാവും. അവരുടെ എനർജിയിൽ വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെയുള്ള ഈ വ്യത്യാസങ്ങളെ പറ്റിയിട്ട് നമുക്കൊരു ടാബുലാർ കോളം പഠിക്കാനുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ആ ടാബുലാർ കോളം. അപ്പോൾ എക്സാമിന് എപ്പോഴും വരാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് മക്കൾ എപ്പോഴും തെറ്റിക്കുന്നതാണ്. ആകെ നമുക്ക് കൂടാണോ കുറയാണോ എന്നുള്ള ഉത്തരം മാത്രമേ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഇവിടെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെ, ഖരം, ദ്രാവകം, വാതകം ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇതിനെ ഈ ഫിഗറിനെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കിയാലോ. യെസ്, ഫസ്റ്റ് വൺ, വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ്, അതായത് ഖരം ദ്രാവകമാകുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഖരം ദ്രാവകമായിട്ടാണ് മാറുന്നത്. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക, ഖരം ദ്രാവകം. ഓക്കെ, ഫിക്സ് ചെയ്യുക. ആൻഡ് നമ്മൾ ഇനി അവിടെയുള്ള പ്രോപ്പർട്ടീസ് നോക്കാൻ പോവാണ്. മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്, സോളിഡ് ലിക്വിഡ് ആകുന്ന സമയത്ത് അവയിലുള്ള കണികകളുടെ ചലനം എങ്ങനെയായിരിക്കും? കണികകളുടെ ചലനം കൂടാനാണ് ചാൻസ് അല്ലേ. ഇവിടെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്ത ആൾക്കാർ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവര് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് ഇൻക്രീസ് ചെയ്യും, അതായത് കൂടുന്നു. ഓക്കെ, കൂടുകയാണ് ചെയ്യുന്നത്. ആൻഡ് അടുത്തതായിട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇവിടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്, പക്ഷേ ദ്രാവകമാകുമ്പോഴേക്കും എന്ത് ചെയ്യും, ഡിസ്റ്റൻസ് കൂടും. അപ്പോൾ ഡിസ്റ്റൻസും കൂടുകയാണ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കൂടുന്നു. നെക്സ്റ്റ് വൺ ആണ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം. എങ്ങനെയായിരിക്കും? ഇവിടെ ഭയങ്കര അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ്, അടുത്തടുത്താണ് നിൽക്കുന്നത്. പക്ഷേ ദ്രാവകമാവുന്ന സമയത്ത് കുറച്ചുകൂടെ ഫ്രീ ആവും, അട്രാക്ഷൻ കുറയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദേ ഡിക്രീസസ്. ഓക്കെ, അതായത് കുറയുന്നു. ഓക്കെ, അടുത്തതായിട്ട് എനർജി ഓഫ് പാർട്ടിക്കിൾസിന്റെ എനർജിക്ക് എന്ത് വ്യത്യാസമാണ് വരിക? കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? എനർജി കൂടുതലായിരിക്കും. ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കുറച്ചുകൂടെ എനർജി കൂടുതലായിട്ട് കിട്ടുകയാണ്. അപ്പോൾ എനർജിയും ഇൻക്രീസ് ആണ് ചെയ്യുക. ഓക്കെ, എനർജി ഇൻക്രീസ് ചെയ്യും, അതായത് കൂടുന്നു. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് അടുത്ത ട്രാൻസിഷൻ ആണ് വെൻ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ്, ദ്രാവകം വാതകമാകുമ്പോൾ. ഇവിടെ നോക്കാം, ദ്രാവകം എന്തായിട്ട് മാറുകയാണ്? വാതകമായിട്ട് മാറുകയാണ്. അപ്പോൾ പാർട്ടിക്കിൾസിന്റെ കണികകളുടെ ചലനം കൂടുകയാണ് ചെയ്യുക. ഓക്കെ, മിസ് ആരോ മാർക്ക് ഇടുകയാണ്. മേലേക്ക് ആരോ മാർക്ക് ഇട്ടാൽ ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് കേട്ടോ അർത്ഥം, ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ ദ്രാവകം വാതകമാവുന്ന സമയത്ത് കണികകളുടെ ചലനം കൂടുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസും എന്ത് ചെയ്യുന്നുണ്ട്? അവർ വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കൂടുകയാണ് ചെയ്യുന്നത്, അപ്പോൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്, അതും ഇൻക്രീസ് ആണ് ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ഷൻ എന്ത് ചെയ്യും? അട്രാക്ഷൻ ഇവർ വിട്ട് നിൽക്കുന്ന സമയത്ത് കുറഞ്ഞാണ് വരിക. അപ്പോൾ ഡിക്രീസ് ആണ് ചെയ്യുക, കുറയുന്നു.
ഓക്കെ, നെക്സ്റ്റ് വൺ എനർജി ഓഫ് പാർട്ടിക്കിൾസ്. എനർജി എന്ത് ചെയ്യും? എനർജി കൂടാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. ഇവിടെ കുറച്ചുകൂടെ അടുത്തടുത്തായിരുന്നു, പക്ഷെ വാതകമാകുന്ന സമയത്ത് അവരുടെ എനർജി ഊർജം കൂടാണ് ചെയ്യുന്നത്. ഊർജം കൂടുന്നു. ഓക്കെ, ഊർജം ഇൻക്രീസ് ചെയ്യുന്നു, എനർജി ഇൻക്രീസ് ചെയ്യുന്നതും. നെക്സ്റ്റ് ട്രാൻസിഷൻ ആണ് ഗ്യാസ് ലിക്വിഡ് ആവാണ്. നേരെ തിരിച്ച് വാതകം ദ്രാവകമാവുകയാണ്. ഫ്രീ ആയിട്ട് നടന്ന ആൾക്കാരൊക്കെ കുറച്ചുകൂടെ എന്താവാൻ പോവാണ്? കുറച്ചുകൂടെ അടുത്തടുത്ത് നിൽക്കാൻ പോവാണ്. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും? മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് തീർച്ചയായിട്ടും കുറയും. മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് കുറയുന്നു. ആൻഡ് അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. അതും എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് കുറയും, അവർ അടുത്തടുത്തേക്ക് വരും, ഡിസ്റ്റൻസ് കുറയുന്നു. ആൻഡ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. ആകർഷണ ബലം കൂടും. അടുത്തേക്ക് വരുന്ന സമയത്ത് ആകർഷണ ബലം കൂടുതലായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് എനർജി ഓഫ് പാർട്ടിക്കിൾസ്. അവരുടെ എനർജിയും എന്ത് സംഭവിക്കും? എനർജി ഡിക്രീസ് ആണ് ചെയ്യുക, എനർജി കുറഞ്ഞു വരും അല്ലേ, എനർജി കുറഞ്ഞു വരും. ഓക്കെ, അടുത്തതായിട്ട് വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ്. ഖരം വാതകമാകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അതായത് ഖരം വാതകമാണ് ആവുന്നത്, ഡയറക്ട്ലി വാതകത്തിലേക്ക് പോവാണ്. അത്രയും ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്ത ആൾക്കാർ അത്രയും ഫ്രീ ആയിട്ട് മാറാൻ പോവാണ്. അപ്പോൾ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് കൂടും അല്ലെ, മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് കൂടുന്നു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. അവർ തമ്മിലുള്ള അട്രാക്ഷൻ കുറയുന്നു അല്ലെ, അട്രാക്ഷൻ കുറയുന്നു. അടുത്തതായിട്ട് കണികകളുടെ ഊർജം കൂടി അവർ ഫ്രീ ആയിട്ട് നന്നായിട്ട് ഓടിക്കളിക്കും അല്ലെ, ഫ്രീ ആയിട്ട് ഇൻക്രീസ് ചെയ്യും, ഊർജം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ടേബിൾ എപ്പോഴും ഫില്ല് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതർവൈസ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ആകർഷണ ബലം കൂടോ ഇല്ലോ, ഊർജം കൂടുന്നതാണോ, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ടാബുലാർ കോളം പഠിക്കാതെ നിങ്ങളുടെ ഓണം എക്സാമിന് പോകാൻ പാടില്ല. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.